മലപ്പുറം എസ്.പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരംമുറി പരാതി പിൻവലിക്കാൻ CPM നേതാക്കളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമ്മർദ്ദം ചെലുത്തിയെന്ന് പരാതിക്കാരൻ മുൻ SI ശ്രീജിത്ത്. മലപ്പുറം ജില്ലയെ സ്വർണ്ണക്കടത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും ഹബ്ബാണെന്ന് വരുത്തി തീർക്കാൻ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീജിത്ത് മീഡിയ വണിനോട് പറഞ്ഞു. മുൻ SP സുജിത് ദാസിനെതിരെ പരാതിക്ക് പിന്നാലെ സസ്പെൻഷനിലായ ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം SI ജോലി രാജിവെച്ചിരുന്നു. അതൊരു സിസ്റ്റം അല്ലേ? സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് എന്ത് കേസിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. മലപ്പുറം ജില്ലയിലെ പെരുമ്പടമ്പ് സ്റ്റേഷനിൽ SI ആയിരിക്കെ 2023 ഡിസംബർ 23 ശ്രീജിത്ത് സസ്പെൻഷനിലായത്. സുജിത് ദാസ് SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരമുറി നടന്നുവെന്ന പരാതി നൽകിയതോടെ ശ്രീജിത്തിന് നേരിടേണ്ടി വന്നത് വലിയ വേട്ടയാടൽ. 2 വർഷത്തിനിടെ പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ടായി. പലരും എന്നെ സമീപിച്ചു, എന്താണ് ഇത് അവസാനിപ്പിക്കണം. ആക്ച്വലി അത് പോലീസിൽ നിന്ന് മാത്രമല്ല, CPM പാർട്ടിയിൽ നിന്ന്. എയർപോർട്ട് പരിസരത്ത് പോലീസ് സ്വർണം പിടികൂടുന്ന ഏക സ്ഥലം കരിപ്പൂരാണെന്ന് ശ്രീജിത്ത് പറയുന്നു. ഇതിലൂടെ മലപ്പുറത്തുകാരെല്ലാം സ്വർണം കടത്തി രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന രീതിയിൽ വരുത്തി തീർക്കുന്നു. മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നുവെന്നും ശ്രീജിത്തിന്റെ ആരോപണം. കരിപ്പൂർ എന്ന് പറയുന്നത് കരിപ്പൂരുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ആരാണ്? ഈ സ്വർണം നടത്തുന്നവരാണ്. അവർ ഈ സ്വർണം കൊണ്ടുവന്നിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരുന്നവരാണെന്നുള്ളൊരു പരിപ്രേക്ഷ്യം ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പൊതുസമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ക്യാമ്പ് വളപ്പിലെ മരമുറിയിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെടാനാണ് ശ്രീജിത്തിന്റെ നീക്കം. സിസ്റ്റത്തിനുള്ളിൽ തകരാറുകളുണ്ടെന്ന് സിസ്റ്റം വിട്ട് പുറത്തുവന്ന മുൻ SI തന്നെ പറയുമ്പോൾ പരിശോധനയും അന്വേഷണവും തിരുത്തലുകളും അനിവാര്യമാണ്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.